സാറേ, ഒരു ചർച്ചയ്ക്കിടയിൽ PC ജോർജിന്റെ വിവാദ പരാമർശമുണ്ടായിരുന്നു. ആ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ കേസെടുത്തിരിക്കുകയാണ്. ഇനി അറസ്റ്റിലേക്കാണോ, അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയും ജയിലിലേക്ക് പോകുകയും ചെയ്യുമോ? മുൻപ് ഇതിന് സമാനമായ ഒരു അറസ്റ്റ് നാം മുൻപ് കണ്ടിട്ടുണ്ട്, ഒരു വിവാദ പരാമർശത്തിന്റെ പേരിൽ. അത് തന്നെ ആവർത്തിക്കുമോ? ഉറപ്പിക്കാം, ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് PC ജോർജിൻ്റെ കാര്യത്തിൽ. PC ജോർജിനെ എങ്ങനെ ട്രാപ്പ് ചെയ്യാമെന്ന് നോക്കിയിരിക്കുകയാണ്, പ്രത്യേകിച്ചും അദ്ദേഹം BJPയിൽ ചേർന്നതിന് ശേഷം. PC ജോർജ് അല്ലെങ്കിലും വിവാദങ്ങളുടെ ഒരു നായകനാണ്. നമ്മുടെ ഋഷിപ്രോക്തമായ ഒരു സൂക്തമുണ്ട്, പ്രിയം ബ്രൂച്ച സത്യം ബ്രൂച്ച ന ബ്രൂച്ച സത്യം അപ്രിയം. അതായത് അപ്രിയ സത്യങ്ങൾ പറയരുത്, കുഴപ്പമുണ്ടാകും. ഇത് തന്നെയാണ് PC ജോർജിന് സംഭവിച്ചിട്ടുള്ളത്. പണ്ടും അങ്ങനെ തന്നെ. പണ്ട് പിണറായി വിജയനെതിരെ ഒരു പരാമർശം നടത്തിയതിനാണ് അദ്ദേഹത്തെ രായ്ക്ക് രാമാനം വെളുപ്പാങ്കാലത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഒരുപാട് അസുഖങ്ങളും ഒക്കെ ഉള്ള ഒരു ശരീരമാണ്. ഇപ്പോൾ ഇവിടെ ചാനൽ ചർച്ചയിൽ പ്രകോപിതനാക്കിയാൽ അങ്ങേയറ്റം പ്രകോപിതനാകുന്ന ആളാണ് PC ജോർജ്. ആ ചാനൽ ചർച്ചയിൽ PC ജോർജ് അല്ല ഇങ്ങനെ തുടക്കം കുറിച്ചത്. PC ജോർജ് ഒരു വർഗീയ വിഷമാണെന്ന് അദ്ദേഹത്തിനെതിരെ പറയുന്ന ആൾ പ്രസ്താവിച്ചതാണ് അദ്ദേഹത്തെ പെട്ടെന്ന് പ്രകോപിതനാക്കിയത്. ഒരു പച്ച മനുഷ്യനാണ് ശരിക്കും. അപ്പോൾ ഉള്ള കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാനോ തന്ത്രപരമായിട്ട് സമീപിക്കാനോ ഒന്നും അറിയില്ല. ഉള്ളതെല്ലാം വിളിച്ചങ്ങ് പറഞ്ഞു കളയും. ഈ PC ജോർജ് പറഞ്ഞതിലൊന്നും കള്ളമായിട്ടില്ല, പക്ഷെ അത് പറയാൻ പാടില്ല. കാരണം കേരളമാണ്, ഇത് കേരളമാണെന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരും പ്രകോപിതരാകും. ചില മതവിശ്വാസികൾ പ്രകോപിതരാകും. അത്തരം സത്യങ്ങളെ നമ്മൾ കഴിയുന്നതും അഡ്രസ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള സമീപനം. ആരുടെയും ഫീലിംഗ് മതവിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ ഒരു തരത്തിലും മതത്തിന്റെ പേരിൽ നമുക്ക് വിനാശം വരുത്തുന്നത്, നമ്മുടെ രാജ്യത്ത് ദോഷം വരുത്തുന്നത് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ചോദ്യം ചെയ്യാൻ വരണ്ടേ? അത് PC ജോർജ് അല്ലേ ചോദ്യം ചെയ്യുക? കാരണം ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും നമുക്കറിയാവുന്ന കാര്യമാണ്. 2021 അന്ന് ഈ PC ജോർജ് പ്രചരണവുമായി പോകുമ്പോൾ SDP-യുടെ നേതൃത്വത്തിലുള്ള ചില സംഘങ്ങൾ അദ്ദേഹത്തിന്റെ ഈ വാഹന പ്രചരണ ജാഥയെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗക്കാരിൽ നിന്നും SDP അടക്കമുള്ളവരിൽ നിന്നും വലിയ ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള ഒരാൾ അങ്ങനെ തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? തുറന്നു പറയുന്നവരുണ്ട്. വിക്രം സമ്പത്ത് കുഴിച്ചെടുത്ത സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന അദ്ദേഹം. ഇത്രയും നാൾ നമ്മൾ മൂടി വെച്ചിരുന്ന സത്യങ്ങൾ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഒരു വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഗവേഷണാത്മകമായിട്ടുള്ള രീതിയിൽ ഇത് കൊണ്ടുവന്നാൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അവിടെയും കുറച്ച് അകലമൊക്കെ മര്യാദകൾ പാലിക്കണം. കാരണം ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, 1907 സമ്പലിൻ്റെ പേരിൽ ഒരുപാട് കോളിളക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് പാർലമെൻറ്റിൽ നിന്ന് വന്നു. അങ്ങോട്ട് കടത്തിവിടില്ല, അതാണ് നിയമമെന്ന് അറിയാമായിട്ടും വെറുതെ ബഹളമൊക്കെ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ മുസ്തച്ഛൻ 1978 പറഞ്ഞ കാര്യമാണ്, അവിടെ ഹിന്ദുക്കൾ ഏറെ ഹനിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളെ അവർ തൂത്തുടച്ചു. സമ്പൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഹിന്ദുക്കളൊന്നുമില്ല. അവിടെ 178ഓളം ഹിന്ദുക്കളെ വകവരുത്തി കൊന്നു, ഇല്ലാതാക്കി, പേടിച്ച് ബാക്കിയുള്ളവരെല്ലാം പോയി. അവരെല്ലാം ഇങ്ങനെ ഈ സത്യം പറഞ്ഞുകൊണ്ടിരുന്നോ? ആരെങ്കിലും സത്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ തല കഴുത്തിന് മുകളിൽ കാണുമോ? ഇല്ല. അപ്പോൾ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് പോയി എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ ജീവരക്ഷയ്ക്കും കുറേ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പം അറസ്റ്റ് പേടിച്ചും പേടിക്കേണ്ടി വരും. പൊതുസമൂഹത്തെ പേടിക്കണം, നമ്മുടെ മാനാഭിമാനത്തെ പേടിച്ചും പറഞ്ഞു. ഇപ്പോൾ മാപ്പിള ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രിയ സത്യങ്ങളുണ്ട്. അത് പറയാൻ പറ്റുമോ? ഡയറക്റ്റ് ആക്ഷൻ, മുഹമ്മദ് അലി ജിന്നയും സുഹ്രാബാദിയും ഒക്കെ കൂടി ചേർന്ന് നടത്തിയ ഡയറക്റ്റ് ആക്ഷൻ പൊള്ളുന്ന ഒരുപാട് പ്രിയ സത്യങ്ങൾ, നമ്മുടെ എന്നും കണ്ണീരിലാഴ്ത്തുന്ന സത്യങ്ങൾ ഒരുപാടുണ്ട്. ഇരുഭാഗത്തുമുണ്ട്. ഒരു ഭാഗത്ത് കൂടിയ തോതിലും മറ്റു ഭാഗത്ത് കുറഞ്ഞ തോതിലും ഒക്കെ ഉണ്ട്. നമ്മളിതെല്ലാം ഇപ്പോൾ വിളിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ടിപ്പു സുൽത്താൻ, ഹൈദരലി, ഇവരെക്കുറിച്ച് ചരിത്ര പുരുഷന്മാരായിട്ട് രേഖപ്പെടുത്തുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ചെയ്തികൾ, മതം മാറ്റം, അതുപോലെ തന്നെ അവർ അന്യമതസ്ഥരെ പീഡിപ്പിച്ച പീഡനം, ഇതിൻ്റെയൊക്കെ ചരിത്രമൊക്കെ വിക്രം സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടസ്റ്റ് ചെയ്യാൻ ആരും ഉണ്ടായില്ലല്ലോ. റൊമീല താപ്പറും അതുപോലെ തന്നെ അസ്കർ അലി എഞ്ചിനീയറും മാത്രമല്ല ചരിത്രം എഴുതേണ്ടത്. ഗവേഷണം അതിൽ കൂടുതൽ ആഴത്തിൽ നടത്തിയ വിക്രം സമ്പത്ത് ഇത് വളരെ ഭംഗിയായിട്ടും ഗവേഷണാത്മകമായിട്ടും അവതരിപ്പിക്കാൻ പ്രശ്നമില്ല. പക്ഷേ ഈ ചാനൽ ചർച്ചകൾ എന്ന് പറയുന്നത് തന്നെ ആരോ പറയുന്നത് കേട്ടു, വെർബൽ ഡയറിയാണ്. അതായത് ഈ വാക്കുകൾ കൊണ്ടുള്ള ഒരു എന്താ പറയുന്നത്, ക്യാൻസർ പോലുള്ള ഒരു രോഗമാണ്. അതിന് സമാനമായ ഒരു രോഗമാണ് ഈ ഡയറിയ എന്ന് പറയുന്നത്. പഴുപ്പ് ഉള്ള രോഗമാണ്.
അങ്ങനെ ഒന്നായിട്ട് ഇപ്പോൾ അന്തിച്ചർച്ചകളൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അവിടെ ഒരു നിങ്ങളുള്ള വിഷയങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് രണ്ടുപേരെ ഇരുത്തി കഴിഞ്ഞാൽ അത് നല്ല മാർക്കറ്റിംഗ് ആയിരിക്കാം, പക്ഷേ മോശം സംസ്കാരമാണ്. അവിടെ ഈ തമ്മിൽ അങ്ങോട്ട് എടാ പോടാ പട്ടി ഇതൊക്കെയാണ്. നമ്മുടെ കൊച്ചു കുട്ടികൾ വരെ സെൻസറിങ് ഇല്ല, സിനിമയ്ക്ക് സെൻസറിങ് ഉണ്ട്, ഇവിടെ സെൻസറിങ് ഇല്ല. സ്വീകരണ മുറിയിൽ എല്ലാവരും കൂടി ഇരുന്ന സന്ധ്യയ്ക്കുമൊക്കെ ഇത് കാണുന്നത്, അല്ലെങ്കിൽ 9 മണിക്ക് പ്രൈം ടൈമിൽ കാണുന്നത്. എന്ത് മോശമാണ് ഈ പട്ടി എന്നുള്ള വിളി. അറിയാൻ വയ്യാത്ത കുട്ടിയും കൂടെ ആ വാക്ക് പുതുതായിട്ട് പഠിക്കുക പ്രകോപനത്തിൻ്റെ പേരിൽ. അപ്പോൾ കള്ളുകടയിൽ നടക്കുന്ന ചർച്ച പോലെ, കള്ളുകടയിലല്ല കള്ള് ഷാപ്പിൽ നടക്കുന്ന ചർച്ച പോലെ, അല്ലെങ്കിൽ മീൻചന്തയിൽ നടക്കുന്ന ചർച്ച പോലെയുള്ള ചർച്ചകളാണോ നമ്മുടെ സാംസ്കാരിക ചക്രവാളത്തെ വികസിപ്പിക്കേണ്ടതെന്ന്? അത് ഒരിക്കലുമല്ല. അവിടെ ഇരുന്ന് രണ്ടുപേര് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിന് വല്ല പരിഹാരവും ഉണ്ടാവുമോ? ഒന്നുമില്ല. താങ്കൾ പറഞ്ഞ പോലെ തീർച്ചയായും അറിവ് വേണം. അറിവ് അതിൻ്റെ ശരിയായ സോഴ്സുകളായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കൂടിയും ലേഖനങ്ങളിൽ കൂടിയൊക്കെയാണ് വരേണ്ടത്. EMS അത്ര ലേഖനങ്ങൾ എഴുതി. അതോടൊപ്പം തന്നെ നാം ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ PC ജോർജിന് ഇത് ഗുണം ചെയ്യുകയല്ലേ ഉള്ളൂ. കാരണം മുൻപ് ഇദ്ദേഹം ജനപക്ഷം എന്ന പാർട്ടിയുമായാണ് രംഗത്ത് വന്നത്. ആ സമയത്തായിരുന്നു അന്ന് ഈ ഇത്തരത്തിലുള്ള അറസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നീട് BJP അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അവസാനത്തെ അദ്ദേഹം BJPയിലേക്ക് വന്ന് BJPയുടെ ഒരു മുതിർന്ന നേതാവായി തന്നെ നിലവിൽ മാറിയിട്ടുണ്ട്. കാരണം സാറിന് അറിയാം, പല കോർ കമ്മിറ്റി യോഗങ്ങളിലും അദ്ദേഹത്തിന് അത്രയ്ക്ക് വലിയ പരിഗണന ലഭിക്കുന്നുണ്ട്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് ആ വിഷയം BJPയുടെ മുഖമായി തന്നെ മാറ്റി ആ വിഷയത്തെ, ഇപ്പോൾ അറിയാലോ മുനമ്പം വിഷയം ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട് വഖഫ് ബില്ലെല്ലാം വന്ന പശ്ചാത്തലത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് രാഷ്ട്രീയപരമായി PC ജോർജിന് ഗുണം ചെയ്യുകയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു കേസുമായി ഇപ്പോൾ കേസെടുക്കുന്നു, ഇനി ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും, ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ PC ജോർജിന് ലഭിക്കുന്ന ഒരു ലോട്ടറി അല്ലേ? തീർച്ചയായിട്ടും അറസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പം കേസ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്, ബുക്കിലാണ്. ഇപ്പോൾ അദ്ദേഹം ബുക്കിലാണ്. അപ്പം ജാമ്യവും ഇല്ലാത്ത കുറ്റപ്രകാരമാണ് അദ്ദേഹത്തിന് ഈ കുറ്റം ചാർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി മൈലേജ് കിട്ടും. ഞാൻ പറഞ്ഞ ഈ ചാനൽ ചർച്ചകളുടെ നിലവാരത്തിൻ്റെ കാര്യമാണ്. ചാനൽ ചർച്ചകൾ ഇങ്ങനെ ചർച്ച പോയി കഴിഞ്ഞു, തെറി വിളിച്ചു. ഇവിടെ നോക്കൂ, PC ജോർജ് പറഞ്ഞ ഒന്നും കള്ളമല്ല, എല്ലാം സത്യം തന്നെയാണ്. മറ്റേ അദ്ദേഹം തന്നെ അത് നേരിടേണ്ടിയിരുന്നത് ഇദ്ദേഹം വർഗീയ വിഷമെന്നുള്ള ആരോപണം ഉന്നയിച്ച വർഗീയ വിഷമായ PC ജോർജ് അത് വെറും ആരോപണം മാത്രമാണ്. തെളിവുണ്ടോ? ഇല്ല. അദ്ദേഹം അത് കണ്ടസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ക്രിക്കറ്റ് കളിക്കുമ്പോൾ മുസ്ലിങ്ങളാരും പാകിസ്ഥാന് വേണ്ടി പടക്കം പൊട്ടിച്ചിട്ടില്ല, പാകിസ്ഥാനി സിന്ദാബാദ് വിളിച്ചിട്ടില്ല, പാകിസ്ഥാൻ ജയ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം സമർത്ഥിക്കേണ്ടിയിരുന്നത്. അതാണ് നിലവാരമുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത്. ആ നിലവാരം അദ്ദേഹത്തിന് ഇല്ലാതെ പോയതുകൊണ്ട് ഇദ്ദേഹം വർഗീയ വിഷമാണെന്ന് പറഞ്ഞു. ആ വർഗീയ വിഷം എന്നുള്ള വാക്കാണ് ഇവിടെ വിഷമായിട്ട് വന്നതും ഇത് കത്തിച്ചൊലിപ്പിച്ചതും. അങ്ങനെയുള്ള വാക്കുകൾ ചർച്ചകളിൽ ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹം PC ജോർജ് പിന്നെ പറഞ്ഞു പട്ടി എന്നുള്ള വാക്കാണ് ഞാൻ കേട്ടത്, ആരാ പറഞ്ഞതെന്നറിയില്ല. അദ്ദേഹം എന്തായാലും ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അത് ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്. അപ്പം മാപ്പ് പറഞ്ഞതിനർത്ഥം അദ്ദേഹം അതിൽ റിഗ്രറ്റ് ചെയ്യുന്നു. പറയാൻ പാടില്ല, അതാണ് ശരിയായിട്ടുള്ള രീതി. PC ജോർജുമായിട്ട് ഞാനും ഇതുപോലെ സംവാദത്തിൽ ഇരുന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന് മന്ത്രിയെയോ കഴുത എന്ന് വിളിച്ചു. ഞാൻ അവിടെ ചർച്ച നടത്തി. PC ജോർജ് ഈ കഴുത എന്ന് വിളിച്ചത് പിൻവലിക്കാതെ ഈ ചർച്ച മുന്നോട്ട് പോകില്ല എന്നൊരു പിടിവാശിയാനും എടുത്തു. അല്ല, നമുക്ക് എന്താ PC ജോർജിനെ തിരുത്താൻ നമ്മളാരാ? നമ്മളെക്കാൾ പ്രോട്ടോകോൾ അനുസരിച്ച് എത്രയോ ഉയർന്നു നിൽക്കുന്ന ആളാണ് അദ്ദേഹം, MLA ആണെന്ന് അദ്ദേഹം. അപ്പോൾ ചർച്ച മുന്നോട്ട് പോകാതായപ്പോൾ PC ജോർജ് വഴങ്ങി. അദ്ദേഹം പെട്ടെന്ന് തന്നെ വഴങ്ങി. ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. കാര്യങ്ങളെല്ലാം വെട്ടി തുറന്നു വരുന്ന പാവം, ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് വിഷം പുറത്തെടുക്കുന്നവരാണ് വില്ലന്മാർ ശരിക്കും. അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ ശരി എങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിനേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ എൻ്റെ മുമ്പിൽ തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഒരു പച്ചയായ മനുഷ്യനെന്ന് മാത്രമേ ഉള്ളൂ. ഈ പുള്ളി അങ്ങനെ വർഗീയ വിഷമൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. അദ്ദേഹം വർഗീയ വിഷമല്ലേ? PC ജോർജിനെ വർഗീയ വിഷമെന്ന് വിളിക്കാൻ? അപ്പോൾ അവിടെ ഈ വിഷമെന്ന് പറയുന്ന ഈ കാര്യങ്ങളുണ്ട്, വിഷമം ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് മാച്ചുകളിൽ ഇരുന്ന് വിളിക്കുന്നത്, ലഡ്ഡു പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ലഡ്ഡു വിതരണം ചെയ്യുന്നത്, അവരുടെ കൊടി പാറിക്കുന്നത്, അവിടെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പൂഞ്ഞാറിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്, ദയനീയമായി തന്നെ പരാജയപ്പെട്ടു. അതിന് പിന്നിൽ ഈ വർഗീയത ഇളക്കി വിട്ടാണ്, വർഗീയത ഇളക്കി വിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപി പലതവണ ജയിച്ചതും വർഗീയത ഇളക്കി വിട്ട് തന്നെയാണ്. രാജഗോപാൽ അവിടെ പരാജയപ്പെട്ടത് വർഗീയത ഇളവിട്ടല്ലേ? അവിടെയൊക്കെ വർഗീയ വിഷമില്ലേ? അതുപോലെ തന്നെ ഈ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ വർഗീയ വിഷവിളക്കി വിട്ടിട്ടല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിലിപ്പോൾ വർഗീയ വിഷം എന്നൊന്നും അവരെ മാത്രം CPM കൂടെ അതിനെ പങ്കുചേരുന്നുണ്ട്. SDPയുടെ വോട്ട് കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്. എന്നിട്ട് ഇവിടെ ഇരുന്നും ചാനലിൽ ഇരുന്നുകൊണ്ട് പട്ടി എന്നുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടും വർഗീയ വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടും അങ്ങനെയുള്ള ഈ വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കുകളും റെട്ടറിക്കുകളും ഉപയോഗിച്ചുകൊണ്ടല്ല, വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംവാദങ്ങൾ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള സ്ഥാനത്തിന് ഒന്നുകൂടി ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടുകയും
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.